1,19,00,000 മുടക്കി ഈ കുളം അവർ വൃത്തിയാക്കി. അത് യാതൊരു ഉപയോഗമില്ല, നശിച്ച് പോണേ ഉള്ളൂ. അത് പഞ്ചായത്തുകാർക്ക് പോയല്ലെങ്കിൽ അടച്ചു പൂട്ടി പോകണേ നല്ലത്. എന്തിനാ അത് അവിടെ ഇട്ടേക്കുന്നത്? ഒരു കുളത്തിൻ്റെ റിപ്പയറിൽ എല്ലാവരും അത് ഉണ്ടാക്കി, എല്ലാവരും ഓരോ വീടും വെച്ച് പഞ്ചായത്തുകാർ എല്ലാവരും കൈയിട്ട് വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. അത് വെറുതെ അവിടെ കിടന്ന് നശിക്കുക. ആർക്ക് പോയല്ലെങ്കിൽ അത് പൊളിച്ചോണ്ട് പോകണേ നല്ലത്. ഒരു പറയാനില്ല ആ കുളം കൊണ്ട്. കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. എന്തൊരു വെള്ളം 1,19,000 കൊണ്ട് ഇവിടെ കുഴിച്ചിട്ട് നമ്മൾ തരുന്ന നികുതി പണം അത് ഓർമ്മയിരിക്കണം. ഈ മോട്ടർ കെട്ടിടത്തിൽ മോട്ടർ വെച്ചെത്തുമില്ല, ആ പൈസ ഇതിന് എടുത്തെത്തുമില്ല, അതുപോലും അനുവദിച്ചിട്ടില്ല. ആ പൈസയും മുക്കിയിട്ട് മോട്ടറിൻ്റെ പണം ആ മോട്ടർ ഫിറ്റ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. 1,10,00,000 രൂപ ഇതിൽ കുളത്തിന് അനുവദിച്ചിട്ടുണ്ട്. ആ 1,10,00,000 രൂപയിൽ കുടിവെള്ളത്തിൻ്റെ പകുതിയിൽ 5,00,000 രൂപ ഇതിൽ ചിലവാക്കിയിട്ടുണ്ട്. പൈസ ബാക്കിയുള്ളത് ഒന്നും അനുവദിച്ചിട്ടില്ല. ബാക്കി പൈസ നേതാക്കളുടെ കയ്യിലായി. ഇത് പഞ്ചായത്ത് മെമ്പറാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ ഒരു 5,00,000 രൂപ അന്നത്തെ സമയത്താണെങ്കിൽ 5,00,000 രൂപ കൊടുത്ത് സ്ഥലം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കുളത്തിൽ ഒരു മോട്ടർ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പൈസ മൊത്തവും അനുകൂലമായ രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു രേഖ പോലും പിന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. 15 വർഷമായി, 10-20 വർഷമായി ഇതിന് ഇതുവരെ ഒന്നും അനുവദിച്ചിട്ടില്ല. കുടിവെള്ളം ഇന്ന് വരെ ആർക്കും അനുവദിച്ചിട്ടുമില്ല. ഇതേപോലെ പഞ്ചായത്ത് കിടക്കുകയാണ്. 1 കോടിയിലധികം രൂപ മുടക്കി ഒരു ജനതയ്ക്ക് കുടിവെള്ളത്തിനായി ഒരുക്കിയ ഒരു കുളം, പഞ്ചായത്ത് കുളം എന്നറിയപ്പെടുന്ന മറിയപ്പള്ളി കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. ഉള്ളത് പറഞ്ഞാൽ തുള്ളല്ലേ പഞ്ചായത്തെ. കീശയിൽ കാശില്ല എന്ന പരാധീനത പറയുന്ന ചടയമംഗലം പഞ്ചായത്ത് 1 കോടിയിലധികം രൂപ മുടക്കി സഹസ്ര സരോവർ പദ്ധതിയിൽ നവീകരിച്ച ഈ കുളം സംരക്ഷിക്കുന്നതിനുള്ള അലംഭാവം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് മകുടോദാഹരണമാണ്. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന നിലയിൽ ഒരു പ്രതിപക്ഷ വാർഡ് മെമ്പർ തന്റെ വാർഡിലൊരു കുളമുണ്ടോ എന്ന് സംശയിച്ചു നിൽക്കുന്നു. വീടിന്റെ മുന്നിലെ കാഴ്ചകൾ പോലും കാണാത്ത വിധം മെമ്പർക്ക് അധികാരാന്ധത ബാധിച്ചിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഇവിടെ ഒരു പമ്പ് റൂമുണ്ട്. അത് അശ്ലീല ചിത്രം വരച്ചു പഠിക്കുന്നതിനുള്ള ക്യാൻവാസാക്കി മാറ്റി ചില ബിരുദന്മാർ. വികസനമോ തദൈവ. വീണു കിട്ടിയതെങ്കിലും സംരക്ഷിക്കേണ്ടേ പഞ്ചായത്തെ. ഇനി സാക്ഷിക്ക് ഒന്നേ പറയാനുള്ളൂ. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി.